പല ആൾക്കാർ പറയും കോൺസ്പിറസി തിയറി എന്ന് പറയും. ഇത് കോൺസ്പിറസി അല്ല, ഇത് സത്യമാണ്. 1940s മുതൽ നടത്തുന്ന മനുഷ്യ പഠനം, ഹ്യൂമൻ എക്സ്പെരിമെന്റേഷൻ ആണ് ഇതിന് പറയുന്നത്. 3-4 ആൾക്കാർ എന്നെ പിന്തുടരാൻ തുടങ്ങി. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ 3-4 വാഹനങ്ങൾ വന്ന് നമ്മുടെ വണ്ടി ബ്ലോക്ക് ചെയ്യുക, നമ്മുടെ വണ്ടി ഇടിക്കാൻ ശ്രമിക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വണ്ടി എന്നെ ഇടിക്കാൻ വരാന്ന് വരുന്നു. ഞാൻ ലിറ്ററലി ഓടുവാണ്, എൻ്റെ ജീവനം കൊണ്ട് ഞാൻ ഓടുവാണ് ചെയ്തത്. നമ്മുടെ മൈൻഡ് ലോ ഫ്രീക്വൻസിയിലാവുമ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന മൈക്രോവേവ് ടെക്നോളജി, അഥവാ നമ്മൾ അറിയപ്പെടുന്ന ഹവാന സിൻഡ്രോം. ഇൻ മെഡിക്കൽ ഹിസ്റ്ററി സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന സംഭവം ഇല്ല. ദിസ് ഇസ് ഓൾ മേഡ് അപ്പ്. ഇത് ക്രിയേറ്റ് ചെയ്തതിന്റെ പേർപ്പസ് എന്ന് വെച്ചാൽ ഈ സത്യങ്ങൾ മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ്. നമസ്കാരം. ലോകവ്യാപകമായി മനുഷ്യപഠനം നിയമവിരുദ്ധമായി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. നമ്മളുടെ പല ചലനങ്ങളും പല ആൾക്കാരും നിരീക്ഷിച്ച് വിവിധ കമ്പനികൾക്ക് നൽകുകയും ഒടുവിൽ അവർ നമ്മുടെ തലച്ചോറിനെ തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പഠനങ്ങളൊക്കെയാണ് നടക്കുന്നതെന്നാണ് പല ജേണലുകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിൽ ഓരോരുത്തരെയും പലരും പിന്തുടരുന്നുണ്ട് എന്നാണ് കോട്ടയം സ്വദേശിനിയായിട്ടുള്ള റീന എന്ന യുവതി പറയുന്നത്. റീന ഓസ്ട്രേലിയയിൽ വളരെ കാലമായി ജോലി ചെയ്തതാണ്. പിന്നീട് അവിടെയുള്ള കമ്പനിയുമായി തെറ്റിപ്പിരിയുകയും നാട്ടിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ റീനയെ ഇപ്പോൾ പലരും പിന്തുടരുന്നുണ്ട്. റീനയുടെ മനസ്സും റീനയുടെ തലച്ചോറുമൊക്കെ അവർ നിയന്ത്രിക്കാൻ തുടങ്ങി എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് റീന വന്നത്. റീന പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അവരോട് കൂടുതൽ സംസാരിച്ചപ്പോൾ ഇതിലെന്തൊക്കെയോ സത്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. ഇത് കാണുന്ന പ്രേക്ഷകർ ഇത് മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയിരുത്തലുകളൊക്കെ രേഖപ്പെടുത്തുക. ഇത് ഒരുപക്ഷെ ശരിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തോന്നലുകളായിരിക്കാം. അതിൻ്റെ ഒന്നും വാസ്തവം എനിക്ക് അറിയില്ല. എങ്കിലും റീനയ്ക്ക് എന്താണ് സമൂഹത്തോട് പറയാനുള്ളത് അത് നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം റീന. നമസ്കാരം. എന്താണ് റീന ഈ പറയുന്നു? റീനയെ പലരും പിന്തുടരുന്നുണ്ട്, റീനയുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നു പുറത്തെവിടെയോ നിന്നൊക്കെ. എന്താണ് ഇതിന്റെ ഒരു വാസ്തവം? വാസ്തവം ഈ പറഞ്ഞത് വളരെ സത്യമാണ്. ഇത് ഒരു പല ആൾക്കാർ പറയും കോൺസ്പിറസി തിയറി എന്ന് പറയും. ഇത് കോൺസ്പിറസി അല്ല, ഇത് സത്യമാണ്. 1940s മുതൽ നടത്തുന്ന മനുഷ്യ പഠനം, ഹ്യൂമൻ എക്സ്പെരിമെന്റേഷൻ ആണ് ഇതിന് പറയുന്നത്. ഇതിനൊരു ടൈറ്റിൽ കൊടുത്തിരുന്നത് MK Ultra. MK Ultra എന്ന് പറയുന്നത് 1940s സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് അവർ അനൗൺസ് ചെയ്തത് ഇൻ USA. അപ്പാരന്റ്ലി ആ പഠനം ഒരിക്കലും നിർത്തിയിട്ടില്ല. അവർ കണ്ടിന്യൂ ചെയ്ത് ആ ടെക്നോളജി പിന്നെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ ഞാനൊരു വ്യക്തി 11 വർഷമായിട്ട് ഓസ്ട്രേലിയ താമസിച്ച ഒരാളാണ്. 11 years അവിടെ താമസിച്ച് ഐ വർക്ക് ഫോർ ദ ഗവൺമെന്റ്, ഐ വർക്ക് ഫോർ ടോപ്പ് ലെവൽ ബാങ്ക്സ്, ടീം ലീഡറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. നല്ല പൊസിഷനായിട്ട് ജോലി ചെയ്ത ഒരാളാണ്. അപ്പാരന്റ്ലി ഐ വാസ് വിക്ടമൈസ്ഡ്. എന്നെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി നമുക്കൊരു പേര് പറയാൻ പറ്റില്ല. എനിക്കിപ്പം ഒരു കമ്പനിയിൽ എനിക്ക് പ്രശ്നം വന്നു. അപ്പം ബുള്ളിങ് ഉണ്ടായിരുന്നു, ഹറാസ്മെന്റ് ഉണ്ടായിരുന്നു, പല രീതിയിൽ എന്നെ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുമുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെ ഈ സിറ്റുവേഷൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ നമ്മളെ പിന്തുടരുക, നമുക്കറിയാൻ മേലാത്ത ആൾക്കാർ വണ്ടികൾ നമ്മുടെ അടുത്ത് വന്ന് നിർത്തുക, അനാവശ്യമായ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അവർക്ക് ഇതെന്താണ്? സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പോട്ടെ പോട്ടെ എന്ന് ആലോചിക്കും. പിന്നെ ആവർത്തിക്കാൻ തുടങ്ങി, എല്ലാ ദിവസവും ഇത് ആവർത്തിക്കാൻ തുടങ്ങി. പിന്നെ 3-4 ആൾക്കാർ എന്നെ പിന്തുടരാൻ തുടങ്ങി. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ 3-4 വാഹനങ്ങൾ വന്ന് നമ്മുടെ വണ്ടി ബ്ലോക്ക് ചെയ്യുക, നമ്മുടെ വണ്ടി ഇടിക്കാൻ ശ്രമിക്കുക, നമ്മുടെ റോഡിൽ നിന്ന് തള്ളിവിടാൻ നോക്കുക. നമ്മൾ കാർ പാർക്കിൽ, നമ്മളിപ്പം ഞാൻ സ്റ്റേഷൻ കാർ പാർക്കിൽ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു വണ്ടി 60 to 80 കിലോമീറ്റർ സ്പീഡിൽ ആക്സിലേറ്റർ സ്പീഡപ്പ് ചെയ്തിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വണ്ടി എന്നെ ഇടിക്കാൻ വരാന്ന് വരുന്നു. ഞാൻ ലിറ്ററലി ഓടുവാണ്, എൻ്റെ ജീവനം കൊണ്ട് ഞാൻ ഓടുവാണ് ചെയ്തത്. ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ നടക്കുമോ, ഇങ്ങനെ പുറം രാജ്യത്ത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? യെസ്, നടക്കും. 100% നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നെ പോലെ ഒത്തിരി വിക്ടിംസ്, എക്സ്പാക്ട് വിക്ടിംസ് ഫ്രം US, ഫ്രം UK, ഫ്രം കാനഡ, ഫ്രം യൂറോപ്പ് ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. പീപ്പിൾ മീഡിയ തന്നെ വരുന്ന മിസ്റ്റർ തരുൺ ഫ്രം വിജയവാഡ, ഫ്രം സജീവ് ഫ്രം യൂറോപ്പ്, സരോജ ഫ്രം ബാംഗ്ലൂർ, വിവേക് ഫ്രം കൊച്ചി, ബിന്ദു കൊച്ചി, ഇങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. I have a whole list of people from Delhi. Ankit, I am raising your voices because I want to fight for you too as well. എന്നെ പോലുള്ള വിക്ടിംസ് സൈലൻസ്ഡ് ആവാണ്.
നമ്മളെ അടിച്ചതാക്കുകയാണ്. ആൾക്കാർ നമ്മളെ ഒരു ലേബിൾ ഇടുവാണ്. നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ്, സ്കീസോഫ്രേനിയ ഉണ്ട്, നിങ്ങൾക്ക് ഡിലീഷൻ എന്ന് പറയുന്നു. അങ്ങനെ ഒരു രോഗം ഇല്ല. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, സ്കീസോഫ്രേനിയ എന്ന് പറയുന്ന ഒരാളുടെ പേര് വാസ് ക്രിയേറ്റഡ് ബൈ ദ മാൻ ഹൂസ് നെയിം എ സ്കീസോഫ്രീനി. ആളുടെ പേര് തന്നെയാണ്. ഈ പേര് ക്രിയേറ്റ് ചെയ്ത് വേറെ ആരുമല്ല, MK Ultra ഹ്യൂമൻ എക്സ്പെരിമെന്റേഷൻ ക്രിയേറ്റ് ചെയ്ത ആൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് പേരാണ് സ്കീസോഫ്രേനിയ. മെഡിക്കൽ ഹിസ്റ്ററി സ്കീസോഫ്രേനിയ എന്ന് പറയുന്ന സംഭവം ഇല്ല. ദിസ് ഇസ് ഓൾ മേഡ് അപ്പ്. ഇത് ക്രിയേറ്റ് ചെയ്തതിന്റെ പേർപ്പസ് എന്ന് വെച്ചാൽ ഈ സത്യങ്ങൾ മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ്. ടു കവർ ദ ട്രൂത്ത് ദാറ്റ് ഹ്യൂമൻ എക്സ്പെരിമെന്റേഷൻ ഇസ് ഡൺ ഈവൻ ടിൽ ടുഡേ. ദിസ് ക്രൈം, ഈ നടക്കുന്ന ഈ ക്രൈം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ദിസ് ഇസ് എ വേൾഡ് വൈഡ് ക്രൈം, ഇന്റർനാഷണലി നടക്കുന്ന ക്രൈം, വെൽ നെറ്റ്വർക്ക് കണക്റ്റഡ് ക്രൈം. എല്ലാ കൺട്രീസും ഇതിനകത്തൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഏത് രാജ്യത്ത് പോയാലും, എന്നെപ്പോലെ ഏത് വിക്ടം ഏത് രാജ്യത്തോട് ഷിഫ്റ്റ് ചെയ്താൽ പോലും, ദീസ് ക്രിമിനൽസ് ആർ സ്റ്റിൽ കണക്റ്റഡ് ടു ദ നെക്സ്റ്റ് നെറ്റ്വർക്ക് ബിക്കോസ് ദീസ് ആർ ഗാങ്സ്. ഇന്റൻഷൻ എന്താണ്? ചൂഷണം, 101% ടോർച്ചർ. സോ ദേ യൂസ് ട്രോമ ബേസ്ഡ് മൈൻഡ് കൺട്രോൾ. ട്രോമ ബേസ്ഡ് മൈൻഡ് കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ലോ ഫ്രീക്വൻസിയിലാവുമ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന മൈക്രോവേവ് ടെക്നോളജി, അഥവാ നമ്മൾ അറിയപ്പെടുന്ന ഹവാന സിൻഡ്രോം അല്ലെങ്കിൽ V2K, ദീസ് ആർ ദ നെയിംസ് ദാറ്റ് ഇസ് യൂസ്ഡ്. ഈ ടെക്നോളജി ഒരാളുടെ ബ്രെയിൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബ്രെയിൻ റീഡ് ചെയ്യണമെങ്കിൽ, മൈൻഡ് റീഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ലോ ഫ്രീക്വൻസി ലോ റേഡിയേഷൻ മാത്രം അവർക്ക് പറ്റുള്ളൂ. സോ ദേ നീഡ് ടു മേക്ക് ഷുവർ നമ്മൾ സകല വിക്ടിംസ് എപ്പോഴും പേടിച്ചിരിക്കണം. We should be under fear. We should be under constant anxiety. We should be like always constantly എന്ത് നടക്കുന്നു നമ്മൾ എപ്പോഴും ചുറ്റത്തിങ്ങനെ they need that. അതിനു വേണ്ടിയിട്ട് തന്നെ ആവർത്തിച്ച് ആൾക്കാർ നമ്മുടെ പുറകെ വിടുക, നമ്മളെ ശല്യപ്പെടുത്തുക, നമ്മൾ പോകുന്ന എല്ലാ ലൊക്കേഷനിലും ആൾക്കാരെ വിടുക. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് ആണ് ഞാൻ സംസാരിക്കുന്നത്. ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിംഗ് ഹോൾ CCTV ക്യാമറ റെക്കോർഡിംഗ് ഓഫ് എ സ്റ്റോക്കർ 1.5 മണിക്കൂറോളം എൻ്റെ പുറകെ പിന്തുടരുന്നു വിത്ത് 2 other people. These are gangs. ആരാണ് ഇവരെ പറഞ്ഞു വിടുന്നത്? ദീസ് ആർ ഇന്റർനാഷണലി കണക്റ്റഡ്. ഇത് ആരാന്ന് ചോദിച്ചാൽ ഞാനിപ്പം ഇതൊരു ക്രിമിനൽ സേറ്റനിക് ഗ്രൂപ്പ് തന്നെയാണ്, ഇന്റർനാഷണൽ നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. ആ സേറ്റനിക് ഗ്രൂപ്പ് തന്നെ നമ്മുടെ കൺട്രിയിൽ തന്നെ ടോപ്പ് ലെവൽ പല ആൾക്കാരായിട്ട് കണക്റ്റഡ് ആണ്. ദേ ആർ കണക്റ്റഡ് ടു പീപ്പിൾ ഇൻ നോർത്ത് ഇന്ത്യ. ആ കണക്ഷൻ നെറ്റ്വർക്ക്സ് ആണ് പ്രൈവറ്റ് ഏജൻസീസ് ഇൻ കേരള ഫങ്ഷണൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദ മെയിൻ പർപ്പസ് ഇസ് ഹ്യൂമൻ എക്സ്പെരിമെന്റേഷൻ, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, porn videos. There can be many reasons for neuro weapon creation. Neuro weapons എന്ന് വെച്ചാൽ മിലിറ്ററി ഗ്രേഡ് വെപ്പൺസ്, അതായത് നോ ടച്ച് ടോർച്ചർ ആണ് ഈ മിലിറ്ററി ഗ്രേഡ് വെപ്പൺസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ChatGPT, നിങ്ങൾ അറിയപ്പെടുന്ന ഫേമസ് ChatGPT എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ താനെ ഉണ്ടാകുന്നതല്ല. This is study from human brain that is being converted into algorithms and then used on to ChatGPT and AI and many other robotic systems. അതാണ് ഇതിന്റെ മെയിൻ പർപ്പസ്. സോ ഇത് എങ്ങനെയാണ് റീനയിലേക്ക് ഇവരെത്തുന്നത്? എന്നിൽ വന്നിട്ട് അവർ സ്റ്റാർട്ട് ചെയ്ത് ഗ്യാങ് സ്റ്റോക്കിംഗ് വെച്ചുകൊണ്ടാണ്. സോ ആദ്യമേ ഞാൻ പറഞ്ഞു അതനുസരിച്ച് ഒരു ബന്ധമില്ലാത്ത ഒരാൾ വീടിന്റെ മേളിൽ കയറിയിരിക്കുന്നു. പട്ടാപ്പകല് ഞാൻ നോക്കുമ്പോൾ ഒരു ലാഡറും വെച്ച ഒരാൾ മേളിൽ കയറിയിരിക്കുന്നു. ഏത് വീടിന്റെ? ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന സമയത്താണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു യൂണിറ്റിൽ താമസിക്കുകയാണ്. അതേസമയം രാത്രി ഒരു 8:30-9 മണിയായപ്പോൾ ആൾക്കാർ സംസാരിക്കുന്ന കേട്ട് ഞാൻ ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ 2 ആൾക്കാർ വീടിന്റെ ഒളിവിൽ ഇങ്ങനെ പാത്തിരിക്കുന്നു. ഞാൻ അവരുടെ അടുത്ത് ചെന്നപ്പോൾ ഇവർ 2 പേരും ഓടി. സോ ദിസ് ഇസ് എ വേ, ജസ്റ്റ് ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് അവർ ചെയ്യുന്നത് പേടിപ്പിക്കാനായിട്ട്, വീടിന്റെ ഉള്ളിൽ കയറുക എന്നായിട്ട്. അപ്പം ഞാൻ ഉറങ്ങുന്ന സമയത്ത്, രാത്രി സമയത്ത് അവർ ഗറാജ് ഓപ്പൺ ചെയ്യുന്നു, എൻ്റെ കാർ ആക്സസ് ചെയ്യുന്നു. ദിസ് ഇസ് മെനി മെത്തേഡ്സ് ഓഫ് ദം ഡൂയിങ് ഇറ്റ്. സോ എങ്ങനെയാണ് എൻ്റെ അടുത്തെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ഫ്രോം എനിബഡി. ഇറ്റ് ക്യാൻ ബി ഫ്രോം എ പേഴ്സൺ, ഇറ്റ് ക്യാൻ ബി ഫ്രോം എ കമ്പനി, ഇറ്റ് ക്യാൻ ബി എനിബഡി ഹു ഈവൻ ഫ്രോം ദ CIA. ദിസ് ഇസ് വാട്ട് ഐ ഹാവ് കം ടു നോ. ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റോക്കേഴ്സ്, എന്നെ ശല്യപ്പെടുന്ന ആൾക്കാർ, വെള്ളക്കാർ, അവർ തമ്മിൽ വരുന്ന ഡിസ്കഷൻ അവർ പറയുന്നത് ദ CIA ഹാസ് ടേക്കൺ ഓവർ എന്ന വാക്ക് അവർ തമ്മിൽ ഉറക്കെ പറയും. അവരെടുത്ത് പറയുന്നത് ഷീ ഈസ് ഓൺ ഇറ്റ് ഫോർ ലൈഫ്. അവൾ ജീവിതകാലം മുഴുവൻ ഇത് മേൽ ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് നോ വാട്ട് ഇറ്റ് ഇസ്. ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ, എന്ത് നടക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ എം സ്കേർഡ്, ഐ എം ബീങ് ടോർച്ചേർഡ്, ഐ എം ഗെറ്റിംഗ് ഹാർട്ട് പാലിപ്പിറ്റേഷൻസ്. ഹാർട്ട് ബീറ്റ് റേറ്റ് കൂട്ടുന്നു. അപ്പോൾ എനിക്ക് ഒരിക്കലും ഒരു ഹാർട്ട് പ്രോബ്ലം ഉണ്ടായിട്ടില്ല. എൻ്റെ ഫാമിലിയിൽ ആർക്കും ഹാർട്ട് ഇഷ്യൂസ് ഇല്ല. 3 മാസത്തോളം ഈ ടോർച്ചർ ഞാൻ അനുഭവിച്ചു. ഐ ഹാഡ് എക്സ്ട്രീം ബേണിംഗ് ഇൻ മൈ സെൻസേഷൻ, മൈ ഐസ്. മുടി വേരോട് പിഴുത് കയ്യിലോട്ട് പോരുക.
ഇറ്റ് ഈസ് എക്സ്ട്രീം ടോർച്ചർ. നമ്മുടെ ബോഡി വീക്ക് ആയിക്കൊണ്ടിരിക്കുക, ഡിപ്രഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ലായിരുന്നു. ഫോർ ഡേയ്സ് ഐ യൂസ് ടു ക്ലോസ് എവറിത്തിങ് ആൻഡ് സിറ്റ് ഇൻസൈഡ് മൈ ഹൗസ്. അത്രയ്ക്ക് പേടിയായിരുന്നു. എക്സ്ട്രീം ടോർച്ചർ. ഞാൻ ആവർത്തിച്ച ആൾക്കാരുടെ സഹായം ചോദിക്കുന്നു, പക്ഷെ ആരും എന്നെ വിശ്വസിക്കുന്നില്ല. ടോർച്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം ഗ്യാങ്ങായിട്ട് വരുന്നു, വന്ന് നമ്മളെ പിന്തുടരുന്നു, പിന്തുടർന്നിട്ട് പിന്നെ നമ്മളെ എന്താണ് ഉപദ്രവിക്കുകയാണോ? ഏത് രീതിയിലാണ് അവർ നമ്മളെ ഈ ചൂഷണം ചെയ്യുന്നത്? വെൻ ഇൻ എ ഷോപ്പിംഗ് മോൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനൊരു ഷോപ്പിംഗ് മാളിൽ പോയി, ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ സകല കടയിൽ, ഞാൻ കയറുന്ന കടകൾ കയറുന്നു. ഞാൻ എടുക്കുന്ന സാധനങ്ങളുടെ ഇടയിൽ കൈയിട്ട് അവരെടുക്കുന്നു. ഞാൻ ക്യൂവിൽ കയറി എന്നെ മൂലം ഇടിച്ചു കയറി അവർ ആദ്യമേ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് ജസ്റ്റ് വൺ എക്സാമ്പിൾ. കഴിഞ്ഞ ദിവസം ഞാൻ ആശുപത്രി പോയപ്പോൾ ഞാൻ ക്യൂവിൽ കയറി വന്നിന്ന് ഒരു ബന്ധമില്ലാത്ത ഒരു കുട്ടി ഇടിച്ചു കയറി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. അവളെ കുട്ടിയുടെ കൂടെ ഒരാളുണ്ട്. അയാൾ മുഖം മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഹീസ് ട്രൈങ് ടു കവർ ഹിസ് ഐഡന്റിറ്റി. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് വിട്ടേക്കുന്ന ഒരാളാണ്. ദിസ് ഇസ് അനദർ എക്സാമ്പിൾ. ഇഷ്യൂ, മാക്സിമം ഹറാസ്മെന്റ്. ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. സാധാരണ ഇതിൽ ഞാൻ ഒരിക്കലും ഒരാളെ ദ്രോഹിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഐ ഡോണ്ട് ലൈക്ക് ടു ഹിറ്റ് ആൻഡ് സ്മാഷ് ആൻഡ് ത്രാഷ്. പക്ഷേ നല്ല രീതിയിൽ ഞാനും സംസാരിക്കും. കാരണം എനിക്ക് മനസ്സിലായി, നമ്മൾ പേടിച്ചിരുന്നാൽ ഇത് കൂടിക്കൊണ്ടിരിക്കും. അവർക്ക് ധൈര്യം കൂടും, കാരണം അവർക്കറിയാം ഇനി അടിച്ചമർത്താൻ പറ്റും. അപ്പം എന്നോട് സംസാരിച്ച് അങ്ങനെ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ച് ചോദ്യം ചെയ്തിരിക്കും. ദാറ്റ് ഈസ് മൈ റൈറ്റ്. റീനെ ഇങ്ങനെ പിന്തുടരുന്നു, ഇങ്ങനെ മാനസികമായിട്ട് ചൂഷണം ചെയ്യുന്നു. അതിനുശേഷം പറയുന്നല്ലോ, ഈ നമ്മുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യും എന്ന് പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഓക്കെ, മൈക്രോവേവ് ടെക്നോളജി എന്ന് പറയുന്ന V2K അഥവാ വോയിസ് ടു സ്കൾ എന്ന് പറയുന്ന മൈക്രോവേവ് ടെക്നോളജി ഈസ് യൂസ്ഡ് ദ സ്റ്റാർട്ടിംഗ് ഫേസസ്. നമ്മുടെ ബ്രെയിൻ പാറ്റേൺ, നമ്മുടെ കയ്യിൽ ഒരു പാറ്റേൺ ഉണ്ട്, ഒരു ഡിസൈൻ, ഒരു മാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന് ഒരു പാറ്റേൺ ഉണ്ട്. സകല ഡോക്ടേഴ്സ്, സയന്റിസ്റ്റും എഞ്ചിനീയേഴ്സ്, ദേ ക്യാൻ ജനറലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. ഈ ബ്രെയിൻ പാറ്റേൺ ആണ് അവർക്ക് ആദ്യമേ വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് മാക്സിമം ടോർച്ചർ എന്നെ ഫസ്റ്റ് നമ്പർ ഓഫ് മന്ത്സ് അവർ ചെയ്തത്. ദേ വോണ്ട് ടു ബ്രെയിൻ വാഷ് മീ. എൻ്റെ സകല ഓർമ്മകൾ അത് ഇല്ലാതാക്കാൻ മാക്സിമം അവർ ട്രൈ ചെയ്യും. അത് ഇല്ലാതാക്കി ആ ബ്രെയിൻ പാറ്റേൺ ഈ ഡിവൈസിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ ആണ് അവർ ഒരു സൂപ്പർ സിസ്റ്റമിലോട്ട് ഇടുന്നത്. ഏത് ഡിവൈസിൽ? സൂപ്പർ കമ്പ്യൂട്ടർ. ദേ നെയിം ഇറ്റ് ആസ് എ ബീസ്റ്റ്. എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിലെ ആ ഒരു സിഗ്നലുകൾ അവരുടെ ഡിവൈസിലേക്ക് കിട്ടുന്നത്? സോ യു കനോട്ട് സീ. ഞാനൊന്ന് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു മൊബൈലിൽ നിന്ന് കോൾ ചെയ്യുന്നു, നമുക്ക് എങ്ങനെ അറിയാതെ വേറെ ഇന്റർനാഷണൽ കണക്ട് ആയി? യു ലിറ്ററലി ജസ്റ്റ് കണക്റ്റഡ്, റൈറ്റ്? നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഈ തലച്ചോറിനകത്ത് സിഗ്നലുകൾ നമ്മുടെ ശരീരത്തിനുള്ളിലാണല്ലോ ഉള്ളത്. എക്സാക്ട്ലി, ദീസ് ആർ ഇലക്ട്രിക് സിഗ്നൽസ് ഇൻ our body. These are frequencies in our body. അപ്പോൾ അതെങ്ങനെയാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് പോകുന്നത്? By the devices, by the very devices. എലൻ മസ്ക് പറഞ്ഞ പോലെ ആ ഒരു ചിപ്പ്, ബ്രെയിനിൽ വെക്കുന്ന ചിപ്പ് നമ്മുടെ ശരീരത്തിൽ വെക്കുക, എങ്ങനെയാ? ചിപ്പ് എന്ന് പറയുന്ന സംഭവം 1940s ചെയ്യുന്ന കാര്യമാണ്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചിപ്പിന്റെ കഥയും പറഞ്ഞ് അവരിപ്പം പേപ്പറിൽ വലിയ സംഭവം ആക്കിയിരിക്കുന്നത്. ഈ കാലത്ത് ചിപ്പിന്റെ ആവശ്യമില്ല. ദേ യൂസ് 5G ടവേഴ്സ് ആൻഡ് സാറ്റലൈറ്റ്സ്. അതെങ്ങനെയാണ് ഈ 5G ടവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്? 5G ടവേഴ്സും സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലും നമ്മുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് എങ്ങനെ കൂടുന്നു, അതുപോലെ തന്നെ നമ്മുടെ എങ്ങനെ ഡിവൈസസ് ഈ 5G ടവറുമായിട്ട് കണക്ട് ചെയ്യുന്നു. എക്സാക്ട്ലി സെയിം വേ നമ്മുടെ ഇപ്പോൾ ഒരു മൊബൈൽ ഒരു കമ്പനിയുടെ കണക്ട് ചെയ്യണമെങ്കിൽ ദർ ഇസ് എ ടവർ കണക്റ്റഡ് ടു ദാറ്റ്. ഒരു വോഡാഫോൺ കണക്ഷൻ എടുത്ത് ആ ടവറായിട്ടല്ലേ കണക്ട് ചെയ്യുള്ളൂ. യു ഹാവ് ദാറ്റ് സിം ഇൻ ദാറ്റ് മൊബൈൽ. ഇപ്പൊ നമ്മുടെ തലച്ചോറിലെ ബ്രെയിൻ പാറ്റേൺ കിട്ടിയ അവർക്ക് സിമ്മും ഇതൊന്നും ആവശ്യമില്ല. യു ആർ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ടു ദ ടവർ വിച്ച് ദേ റിക്വയർ. എക്സാക്ട്ലി, യു ആർ നൗ ഓൾറെഡി ലൈക്ക് എന്റെ ബ്രെയിൻ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ദേ ഓൾറെഡി പുട്ട് ഇറ്റ് ഇൻ ടു എ സിസ്റ്റം. അവരുടെ റെക്കോർഡഡ് സിസ്റ്റം, അവർക്കൊരു സിസ്റ്റം, ഒരു ഹോൾ കളക്ഷൻ, ഒരു ഡേറ്റ സൂപ്പർ കമ്പ്യൂട്ടർ സിസ്റ്റം കാണും. ഇതുപോലെ മില്യൺ അതർ ആൾക്കാരുടെ ബ്രെയിൻ ഡേറ്റ ഇൻഫർമേഷൻ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ സിസ്റ്റമാണ് ആ ടവേഴ്സായിട്ട് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് കണക്ട് ചെയ്യുന്നത്. സോ ദേ ക്യാൻ ലിറ്ററലി ഫ്രം എനി കോർണർ ഓഫ് ദ വേൾഡ്, ഐ റിപ്പീറ്റ്ലി സേ എനി കോർണർ ഓഫ് ദ വേൾഡ്, ദേ ക്യാൻ ലിറ്ററലി ടോർച്ചർ എ പേഴ്സൺ. അപ്പൊ അവർ ദേ ക്യാൻ സെൻഡ് വോയിസസ് ഇൻ ടു മൈ ഹെഡ്. വോയിസ് ടു സ്കൾ എന്ന് പറയുന്ന പേരിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ വോയിസസ് ഇൻ ടു യുവർ ഹെഡ്. അവരാഗ്രഹിക്കുന്ന എന്ത് മെസ്സേജ് നമ്മുടെ തലച്ചോറിലോട്ട് നമ്മളോട് അറിയിക്കണമെന്ന് പറഞ്ഞാൽ ദേ വിൽ സെൻഡ് ദ വോയിസ് ടു യു. ചുറ്റും നിൽക്കുന്ന ഒറ്റ ആൾ അറിയത്തില്ല. നോബഡി ക്യാൻ ഹിയർ ഇറ്റ്. ആരും ആർക്കും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമുക്ക് എന്തോ ഡിലൂഷണൽ പ്രോബ്ലം ഉണ്ട്, സ്കീസോഫ്രേനിയാണ്, എന്തോ സംതിങ് ഇങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഇല്ല. എനിക്ക് തോന്നും താങ്കൾക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നം ഉണ്ടെന്ന്. ഞാൻ ലെറ്റ് മീ ടെൽ യു സംതിങ്. ഇത് തന്നെ ഞാൻ തന്നെ എന്നെ തന്നെ ചോദ്യം ചെയ്ത് ഞാൻ തന്നെ ഒരു ഡോക്ടറെ പോയി നേരിട്ട് കണ്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്തതാണ്. ഡോക്ടർ ആ നേഴ്സിനോട് പറഞ്ഞു പ്ലീസ് ഒന്ന് ഇറങ്ങി കഥ ഒന്ന് പൂട്ടാൻ പറഞ്ഞു. നെക്സ്റ്റ് തിങ് ദ ഡോക്ടർ ടെൽസ് മീ ഇസ് യു ഡോണ്ട് ഹാവ് എ പ്രോബ്ലം, യു ആർ ട്രോമറ്റൈസ്ഡ്. ട്രോമ എന്ന് പറയുന്നത് സൈക്കോളജിക്കലി ഡിസ്റ്റർബ്ഡ് എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. അത് നമ്മുടെ ആൾക്കാർ അത് തെറ്റി മിക്സ് ചെയ്യുക ചെയ്യണേ. ട്രോമ എന്ന് പറയുന്ന ആവർത്തിച്ച് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാൾ നമ്മുടെ സാധാ ലൈഫിൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്.
you become a little bit disturbed. അതിന്റെ അർത്ഥം നിങ്ങൾ വട്ടോ സൈക്കോളജിക്കലി ഡിസ്റ്റർബ്, യു നോട്ട് മെന്റലി ഡിസ്റ്റർബ്. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് എ ഡിഫറെന്റ് സിറ്റുവേഷൻ. സോ ഇൻ ദിസ് സിറ്റുവേഷൻ വെൻ ദ ഡോക്ടർ ആക്ച്വലി ടെൽസ് മീ, എന്നെ പോലെ തന്നെ വേറെ വിക്ടിം ഇവിടെ വന്നിട്ടുണ്ട്. A student, a young boy has come and reported the same incident to the doctor, telling ഇതുപോലെ തന്നെ അയാളെ ചൂഷണം ചെയ്യുന്നുണ്ട്, ഇതുപോലെ വോയിസ് കേൾക്കുന്നുണ്ട് അയാൾക്കൊരു കുഴപ്പമില്ല. വി ആർ പെർഫെക്റ്റ്ലി നോർമൽ പീപ്പിൾ. വി കനോട്ട് ടേക്ക് മെഡിക്കേഷൻസ്. നമുക്ക് മെഡിക്കേഷൻ തന്നാൽ ഇത് നമുക്ക് നേരെ തിരിച്ചാണോ റിയാക്ട് ചെയ്യുന്നത്? റീനയുടെ തലച്ചോറ് ഇപ്പം ആ സൂപ്പർ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആണോ? ആണോന്ന് ചോദിച്ചാൽ ഐ ബിലീവ് യെസ്, ബിക്കോസ് ഹൗ ഡു ഐ ഗെറ്റ് ടു ഹിയർ ദ വോയിസസ്? എന്ത് വോയിസ് ആണ് കേൾക്കുന്നത്? They will tell you anything. അപ്പൊ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിട്ടോ, നീ ഇതാണോ ഇപ്പൊ ഇന്ന് കൊടുത്തിരിക്കുന്നത്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ. നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും വോയിസ് ഞാൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അറ്റ് ദിസ് പോയിന്റ് നോ. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് 24/7 നമ്മൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് വെൻ ദേ ചൂസ്, ദേ മൈറ്റ് ബി അറൌണ്ട് മീ, ദേ മൈറ്റ് ബി യൂസിങ് ദ ഡിവൈസ്. ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഞാൻ എന്റെ പപ്പയെ കൂട്ടിക്കൊണ്ട്, ഞാൻ കോട്ടയംകാരിയാണ്, പുതുപ്പള്ളി വലിയ പള്ളിയിൽ അവിടെ തൊട്ടടുത്ത് തട്ടുകടയുണ്ട്, ഞാൻ പപ്പയെ കൂട്ടിക്കൊണ്ട് അവിടെ ഇരുന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പറയും, നീ പ്രസിഡന്റിന്റെ അടുത്ത് വരെ പോവും അല്ലേ, നീ പ്രസിഡന്റ് അടുത്ത്, എന്നിട്ട് വേറൊരാൾ ചിരിക്കുന്നു. അത് കേൾക്കുകയാണ്, ഞാൻ കേൾക്കുകയാണ്, എവിടെ ഇരുന്നാണെന്ന് അറിയുന്നില്ല, ഒരു ഐഡിയ ഇല്ല. ഞാൻ ചുറ്റത്തെല്ലാം നോക്കി, നോബഡി സ്പീക്കിംഗ്, നോബഡി സെയിങ്. ഞാൻ എന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയപ്പോൾ ഒരു ചെറുക്കൻ ഒരു ഡിവൈസ് ഇങ്ങനെ ഫേസ് ചെയ്ത് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഹീസ് കോൺസ്റ്റന്റ്ലി ടൈപ്പിംഗ്. അപ്പൊ എനിക്ക് മനസ്സിലായി, യെസ്, ഹീസ് ലിറ്ററലി യൂസിങ് V2K ഓൺ മീ ഫ്രോം ദ ഡിവൈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് മീ. ഞാൻ ടേബിളിൽ നിന്ന് പതുക്കെ ഇന്നിട്ടില്ല. അവിടെ ഇരുന്നൊരു പയ്യൻ അങ്ങനെ ചെയ്യുന്നതാണ് കണ്ടത്. യെസ്, വെരി മച്ച്. സോ ഇൻ ഓർഡർ ടു കൺഫേം, ഞാൻ ഇങ്ങനെ ഒരു സംശയം ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ റീനയ്ക്ക് അത് തോന്നിയതാകാമോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇന്നിട്ട് നോക്കി. ഐ വെന്റ് ടുവേർഡ്സ് എ പേഴ്സൺ. അയാൾ അവിടുന്ന് പെട്ടെന്ന് മാറിപ്പോയി. ഹി ഗോട്ട് അപ്പ് ആൻഡ് ഹി ലെഫ്റ്റ് ഇമ്മീഡിയറ്റ്ലി. ആൾക്കാർ സ്വയം എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അയാൾ എന്തിനാ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു? വൈ ഷുഡ് ഹി ലീവ് ഫ്രം ദ പ്ലേസ്? ഞാൻ എന്നിട്ട് അയാളെ നോക്കിയപ്പോൾ തന്നെ അയാളുടെ മുഖഭാവം പേടി വരണ്ടിരിക്കൽ. ബിക്കോസ് ഹി നോട്ടഡ്, ഞാൻ അയാളെ നോട്ടീസ് ചെയ്തു എന്ന് അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അയാൾ പെട്ടെന്ന് സീൻ ക്ലിയർ ആയി. ഹി സ്റ്റോപ്ഡ് ഇറ്റ്. അത് നാൾ നിർത്തിയപ്പോൾ എനിക്ക് വോയിസും നിന്നു. ഓക്കെ, ഇപ്പം റീന പറഞ്ഞു റീനയ്ക്ക് ഇങ്ങനെ തലച്ചോറിലേക്ക് സിഗ്നലുകൾ അയക്കുന്നു, അങ്ങനെ വോയിസ് കമാൻഡ് ആണ് വരുന്നത്. അതനുസരിച്ച് റീന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച്? No, I don't do. I won't listen to it. Because അവർ യൂസ് ചെയ്യുന്ന എന്നെ ട്രോമറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അപ്പൊ ട്രോമറ്റൈസ് ചെയ്യുന്നു, അതെന്തിനു വേണ്ടിയിട്ടാ? To use V2K. Like I said, trauma based mind control ആണ് ഈ ടെക്നോളജിന്റെ റിക്വയർമെന്റ്. ഇങ്ങനെ ആക്കിയിട്ട് റീനെ ഉപയോഗിച്ചിട്ട് അവർ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? I don't know. See, now I told you they're doing brain study. ബ്രെയിൻ പഠനമാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പഠിച്ചിരിക്കുന്ന, എനിക്ക് എത്രയോ പല വിക്ടിംസ് വേൾഡ് വൈഡ് ആയിട്ട് കണക്ട് ചെയ്ത് ഞാൻ സംസാരിച്ച ആൾക്കാരുടെ നിന്ന് മനസ്സിലാക്കിയത്, മെയിൻ ആയിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫൈറ്റ് ബാക്ക് ടെക്നീക്സ്. ഓക്കെ, അപ്പൊ എന്നോട് ഒരു രീതിയിൽ അവർ റിയാക്ട് ചെയ്തു. ഇപ്പൊ ആസ് സിമ്പിൾ ആസ് ഞാൻ ഇപ്പൊ ഇന്ന് അവർ മാക്സിമം പേടിപ്പിക്കാൻ നോക്കി. നീ പോയാൽ, നീ പോവോ, they're using words and lines into അല്ല, ലിറ്ററലി നീ പോവോ മീഡിയയുടെ അടുത്ത്, നീ മീഡിയക്ക് തന്നെ എക്സ്പോസ് ചെയ്യുവോ? സോ ഇറ്റ് ഈസ് എ ത്രെറ്റ്, ഇറ്റ് ഈസ് എൻ ഓപ്പൺ ത്രെറ്റ്. അപ്പൊ അവർ ചെക്ക് ചെയ്യുന്ന ഹൗ വിൽ ഐ റിയാക്ട്? am I fighting back or am I going to be scared and sitting inside? ഇതിപ്പോ ഞാൻ ചെയ്ത റിയാക്ഷൻ എന്ന് വെച്ചാൽ ഫൈറ്റ് ബാക്ക് റിയാക്ഷൻ ആണ്. അപ്പം എന്റെ അടുത്തേക്ക് വരുന്ന കാര്യം അവരെ അറിഞ്ഞു? 100%. എങ്ങനെ അറിഞ്ഞു? My mobile is hacked. So that is most easy, simple ആയിട്ടുള്ള ചിന്തകൾ അവർക്ക് അറിയാൻ കഴിയുമോ? ഇപ്പൊ തലച്ചോറിൽ ചിന്തിക്കുമല്ലോ, ഇപ്പൊ എന്നെ വിളിക്കണമെന്ന് തോന്നുമല്ലോ, ആ ചിന്തകൾ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും? 100%. മൈൻഡ് റീഡിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് സയൻസ് ടെലിവിഷൻ എന്ന് പറഞ്ഞ് ഓൺലൈനിൽ തന്നെ ഇതിനെക്കുറിച്ച് ഒരു ഹോൾ വീഡിയോ തന്നെ ഉണ്ട്. ഒരു മലയാളി തന്നെ ഇതിന്റെ സയന്റിസ്റ്റ് ബാംഗ്ലൂരിൽ, ഹീസ് എ ബ്ലൈൻഡ് പേഴ്സൺ. ആ വീഡിയോ ഓൺലൈനിൽ തന്നെ ഉണ്ട്, വേർ ഹീ ഈസ് ബീങ് ഇന്റർവ്യൂഡ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് മൈൻഡ് റീഡിംഗ് ടെക്നോളജി. അപ്പൊ റീനയുടെ അടുത്തൊരു രഹസ്യം പറയാൻ പറ്റത്തില്ല. ദിസ് ഈസ് ദ ലെവൽ ഓഫ് ദ ഫ്യൂച്ചർ. This is what is going to happen. ഇതാണ് എനിക്ക് ആൾക്കാരുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. This is the level of technology that is breaching human rights and human privacy. ആൾക്കാരുടെ വിചാരം ഇത് കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, കുറച്ച് പേരുടെ തല എന്തോ കുഴപ്പമുണ്ട്, തള്ളിവിടുകയാണ്. ഇത് നമ്മളെ ബാധിക്കുന്നില്ല, ഇതൊന്നും നമുക്ക് സംഭവിക്കില്ല. ആൾക്കാർ ചിന്തിക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഹ്യൂമൻ റൈറ്റ്സ് ഇല്ലാതാവും. മനുഷ്യ അവകാശം എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുക, പള്ളിയിൽ പോവുക, ജോലിക്ക് പോവുക, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവുക, അത് എനിക്ക് ഇല്ലാണ്ടാക്കുകയാണ് അവർ ചെയ്തത്. പ്രൈവസി, ദ ഫ്രീഡം ടു തിങ്ക് വാട്ട് യു വാണ്ട് ടു തിങ്ക്, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് യു ലിറ്ററലി തിങ്ക് സംതിങ്, ദേ ഓൾറെഡി ഹാവ് ഇറ്റ് റെക്കോർഡഡ്. ഐ ഡോണ്ട് ഗിവ് ദം കൺസെന്റ്, ഐ ഡോണ്ട് ഗിവ് ദം ദ അതോറിറ്റി ടു ഡു ദാറ്റ്. ഇപ്പൊ എന്താണ് റീനയുടെ അവസ്ഥ? എന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഐ ആം ലിറ്ററലി ബീങ് സ്റ്റിൽ സ്റ്റോപ്ഡ്. ഞാൻ കംപ്ലൈന്റ്സ് പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഐ ഗിവൻ ഫസ്റ്റ് ഐ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് PRO ഇൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ കോട്ടയം. പിന്നെ അതിന്റെ അടുത്ത ഹൈ ലെവൽ SP നെ കണ്ടു, CA നെ കണ്ടു. പിന്നെ ഐ കംപ്ലൈന്റ്, ഐ സെൻഡ് എൻ ഇമെയിൽ ടു ദ DGP.
I've also went directly and handed a complaint to the district collector. അപ്പം ഡിസ്ട്രിക്ട് കളക്ടർ മാഡം പറഞ്ഞു നമ്മൾ അന്വേഷിക്കാം, നോക്കാം. പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത്? പോലീസ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലീസിന് മേലെയാണ്. ആസ് എ സൊസൈറ്റി ഹൂ ഡു വി ഗോ ടു? നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ പോലീസിനെ അല്ലേ നമ്മൾ ഇത് റെസ്പോണ്ട് ചെയ്യേണ്ടത്. എൻ്റെ ഫാമിലിയിൽ ആൾക്കാർ പോലീസ് ജോലി ചെയ്തിട്ടുണ്ട്. മൈ മദേഴ്സ് ഫാമിലി, എൻ്റെ അങ്കിൾ വർക്ക് ആസ് എ DVSP, ഒരാൾ എയർഫോഴ്സ് ക്യാപ്റ്റൻ ആയിരുന്നു, ഒരാൾ ആർമിയിലായിരുന്നു. സോ ഐ ഡെഫിനറ്റ്ലി വാല്യൂ പീപ്പിൾ ഓഫ് പൊസിഷൻ ഹു സെർവ് ദ കൺട്രി. And that is my plea to the police and the officials. Please understand. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ ടെക്നോളജി കൺട്രിയെ സേവ് ചെയ്യാനോ പ്രൊട്ടക്ട് ചെയ്യാൻ ഇസ് നത്തിങ്. ഐ എം റിപ്പീറ്റഡ്ലി ടെലിംഗ് ദിസ് ടു പോലീസ്. ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ. നിങ്ങളോട് പറഞ്ഞിട്ട് ഇത്രയും ഉള്ളായിരിക്കും പറയുന്നത്, ടു ക്യാച്ച് ക്രിമിനൽസ്. നിങ്ങൾക്ക് മൈൻഡ് റീഡിംഗ് യൂസ് ചെയ്യാം, ഈ ടെക്നോളജി യൂസ് ചെയ്ത് നിങ്ങൾക്ക് കള്ളന്മാരെ പിടിക്കാം, അവരെന്താണ് ചേരിക്കുന്നത് കണ്ടുപിടിക്കാം. ഇത് മാത്രമല്ല അത് ഉപയോഗിക്കുന്നത്. ദിസ് ഇസ് യൂസ്ഡ് അറ്റ് മച്ച് മോർ ഹയർ ലെവൽസ് ബൈ ഇലുമിനാറ്റി ആൻഡ് അതർ ഇന്റർനാഷണൽ ഗാങ്സ്. Yes, Illuminati is a satanic group who is actually controlling the whole thing throughout the world. So, നമ്മൾ ചിന്തിക്കുന്ന നല്ല കാര്യം അല്ലെങ്കിൽ നമ്മുടെ കൺട്രി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്നോളജി ക്രിയേറ്റ് ചെയ്യുന്ന ഈ ടെക്നോളജിയുടെ ഒറിജിനൽ ഓണേഴ്സ് എന്ന് പറയുന്ന അമേരിക്കയാണ്. വി ഹാവ് ഗോട്ട് സാറ്റലൈറ്റ് പെർമിഷൻസ്. അത് പേപ്പറിനകത്ത് വന്നിട്ടുള്ളതാണ്. എലൻ മസ്ക് സൈൻഡ് ദ പെർമിഷൻ വിത്ത് എലൻ മസ്ക് സാറ്റലൈറ്റ് കണക്ഷൻ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ആഡിങ് ടു ദിസ് പ്രോബ്ലം. എലൻ മസ്ക് സാറ്റലൈറ്റ് കണക്ഷൻ നമ്മൾ ലൈസൻസ് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഓട്ടോമാറ്റിക്കലി ദിസ് V2K is spreading throughout the country. Literally private agencies, private companies, gangs, drug dealers, anybody and everybody can buy this from anybody from international or from the black market. ഈ ബ്ലാക്ക് വെബ്സിലൂടെ കൂടെ പല ആൾക്കാർ വാങ്ങുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വാട്ട് ഈസ് ദ സേഫ്റ്റി വി ഹാവ്? ഹൂ ഈസ് ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ്? കാരണം ഈ ഇങ്ങനത്തെ ആൾക്കാരുടെ കയ്യിൽ ഈ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ആരാണ് സേഫ് ആയിട്ടിരിക്കുന്നത്? അപ്പോൾ ഒരാളെ ഏത് രീതിയിലേക്കും തള്ളിവിടാൻ ഇവരെ കൊണ്ട് കഴിയും. അതായത് അയാളെ സ്വയം ആത്മഹത്യ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഇത് കൊലപാതകം നടത്തിക്കാം, അങ്ങനെയൊക്കെയാണോ? 100%. ഇതിനകത്ത് ഒത്തിരി ഓൺലൈൻ നമുക്ക് ന്യൂസസ് വന്നിട്ടുണ്ട്. USA പല ആൾക്കാർ അവിടെ തോക്കാന്നല്ലോ, തോക്ക് കൊണ്ട് വെടിവെക്കുന്നു, മാസ് കില്ലിംഗ് എന്ന് പറഞ്ഞ്, മാസ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ റീസെന്റ് അത് കത്തിയെടുത്ത് കുത്തി, ഒരു അച്ഛനെ കുത്തി. റിപ്പീറ്റഡ് സ്റ്റോറീസ് വരുന്നുണ്ട്. പക്ഷേ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സകല വിക്ടിം ഇതുപോലെ വയലന്റ് ആണ്. അത് തെറ്റാ. യെസ്, മാനസിക രോഗിയാന്ന് അവർ ലേബൽ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവരും ദേ ട്രൈങ് ടു മേക്ക് ഇറ്റ് ലുക്ക് ലൈക്ക് വിക്ടിംസ് എല്ലാം ഡേഞ്ചറസ് ആ. തെറ്റാണ്. ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. ദ നമ്പർ ഓഫ് വിക്ടിംസ് ദാറ്റ് ആർ ഡൈയിങ് in varied countries. എനിക്ക് ശരിക്കും സങ്കടമുണ്ട്. There are constant photos and posters coming up with people in different countries. Rest in peace, TI. TI means targeted individual. എന്നെ പോലെ victimsനെ വിളിക്കുന്നതാണ് TIs. Rest in peace, so and so person. Constantly ഓരോ ഫോട്ടോസും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. TI, targeted individual. അപ്പൊ ഇത് I am a targeted individual, 100%. അതിലൊരു സംശയമില്ല. പിന്നെ there are videos of people in Bangalore, in Andhra, in Hyderabad. പിള്ളേര്, I'm saying children below 5 years are being tortured by microwave technology. ഇതിന്റെ വീഡിയോസ് ഓൺലൈനിലുണ്ട്. ഭാരത്, what is the Safe Bharat എന്ന് പറഞ്ഞ സരോജ എന്ന് പറയുന്ന മാഡം has created a whole NGO to protect people like myself and families like myself who are being tortured. ഇന്നലെ വരെ ആണെങ്കിൽ ഹൈദരാബാദിൽ ഒരു പ്രൊട്ടസ്റ്റ് നടന്നു. On the 13th there was a protest to be conducted in front of the American consulate. Apparently they were blocked. They were not permitted to do that protest. Lot of people on the top level obviously want to shush them out. They wanted to silence them out. For no reason they were forced to go to police station. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെയാണ് ഇൻവോൾവ് ചെയ്തത്? നേരത്തെ എന്നോട് സംസാരിച്ചപ്പോൾ, പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ രാഷ്ട്രീയക്കാരും പോലീസുകാരും ഉൾപ്പെടെ ഉള്ളവരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണെന്ന് പറഞ്ഞല്ലോ. See, I do not want to pick on politicians or police, anybody in particular. Okay? Because it's not right to say generally politicians are police. Like I said, my family is also served for the country. എനിക്ക് നല്ല പൊളിറ്റീഷ്യൻസ്, ഐ നോ പീപ്പിൾ ഹൂസ് ലൈക്ക് ഉമ്മൻചാണ്ടി സാർ, ഉമ്മൻചാണ്ടി സാർ ഫാമിലി, ദർ ആർ വെരി നൈസ് പൊളിറ്റീഷ്യൻസ് ഇൻ ദിസ് കൺട്രി. ദർ ആർ കൈൻഡ് ഹാർട്ടഡ് പീപ്പിൾ. അപ്പാരൻ്റ്ലി എല്ലാ രാജ്യത്തിലും നല്ലവരുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്. അപ്പം ഞാൻ എടുത്ത് പറയുന്നില്ല സകല പോലീസ് അങ്ങനെ. ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് ഫ്രം മൈ പാർട്ട്, ബിക്കോസ് ദാറ്റ് വുഡ് ബി എൻ ഇൻസൾട്ട് ടു മൈ ഓൺ ഫാമിലി ആസ് വെൽ. ഐ റിപ്പീറ്റഡ്ലി സേ ഐ ഹാവ് ഡ്യൂ റെസ്പെക്ട് ഫോർ പോലീസ് ഫോഴ്സ് ആൻഡ് ദിയർ യൂണിഫോം. ഐ വിൽ ഓൾവേസ് റെസ്പെക്ട് ദം. പക്ഷെ എനിക്ക് സങ്കടം വന്ന ഭാഗം ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ, ഞാനൊരു ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പോയപ്പോൾ എന്നെ ഇൻസൾട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ പോയി കൗൺസിലറിനെ പോയി കാണണം എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. പിന്നെ ഇത്രയും കംപ്ലയിൻറ്റ് ചെയ്തു, വണ്ടി കൊണ്ട് ആൾക്കാർ എന്നെ ഇടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാതിരുന്ന് ഇറ്റ് ഇസ് പ്രിറ്റി ബാഡ്. സോ ഇത് പോലീസ് ഇൻവോൾവ് ആണോ അല്ലയോ, അത് പോലീസ് ആർ ഫോഴ്സ്ഡ് ടു ബി ഇൻവോൾവ് ഇൻ ഇറ്റ്, ഐ ഡോണ്ട് നോ. പോലീസിന് ചിലപ്പം 90% ഇതിനകത്ത് എന്താ നടക്കുന്നതെന്ന് അവർക്ക് അറിയുമെന്ന് തോന്നുന്നില്ല. പോലീസാണ് പരാതിയിൽ അന്വേഷിക്കായിരുന്നത്.
I have no particular name that I would want to pick on. കാരണം ഇത് ഒരാളല്ല, ഞാൻ പറഞ്ഞു പല ഡിപ്പാർട്ട്മെന്റ് പല ആൾക്കാർ ഹൈ ലെവൽ വരെ ഞാൻ ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്താണ്. അവരെല്ലാം റീനയ്ക്ക് മെന്റൽ പ്രോബ്ലം ആണെന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ഹൗ ദേ ലൈക്ക് ടു ഫിക്സ് ഇറ്റ് അപ്പ്. ഈ ക്രൈമിന്റെ എന്ന് വെച്ചാൽ ഗ്യാങ് സ്റ്റോക്കിങ്ങിന്റെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ 90 അല്ല 99% വിക്ടിംസ് സൈക്കോളജിക്കലി ഡിസ്റ്റർബ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് ദേ ലേബിൾ ഓർ ട്രൈ ടു ഗെറ്റ് ദാറ്റ് പേഴ്സൺ ടു ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് സെയിങ് ദാറ്റ് പേഴ്സൺ ഹാസ് ഗോട്ട് എ സൈക്കോളജിക്കൽ പ്രോബ്ലം. അപ്പൊ ഇനി ഇതൊക്കെ തുറന്നു പറഞ്ഞു. റീനെ ഇങ്ങനെ എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. റീനയുടെ ബ്രെയിൻ സിഗ്നലുകളൊക്കെ അവർ എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞു. മൊബൈൽ സിഗ്നൽ ചെയ്യുന്നു. അപ്പം അതെ, അപ്പൊ ഈ ഒരു സാഹചര്യം ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അപായപ്പെടുത്താൻ സാധ്യതയുണ്ടോ? High chances. Without doubt, I'm saying high chances. Because in Australia, ഞാൻ അനുഭവിച്ചത് എല്ലാവർക്കും ഒരു തമാശയായിട്ടായിരിക്കും തോന്നുന്നത്. ഒരാളിനെ വണ്ടി കൊണ്ട് ഓടിപ്പിക്കുക എന്ന് പറയുന്നത് ഇത് ഹോളിവുഡ് മൂവിയോ ബോളിവുഡ് മൂവിയോ അല്ല. ദിസ് ഇസ് മൈ ലൈഫ് where I had vehicles who made me literally run on the road. I had to run and climb into a gate because I was almost hit by a vehicle, by a white sedan right in front of my unit. I was almost hit by a SUV in a car park. I had people a blue SUV try to hit me in a second car park where I went for a fundraising program. ഇതൊന്നും മനുഷ്യാവകാശം പ്രകാരമല്ല. Who can do this? അല്ല, എനിക്ക് ഇതിപ്പോ പറയുമ്പോൾ സിനിമയിൽ കാണുന്ന പോലെയാണെന്ന് പറഞ്ഞു. ഞാനും ഈ ആദ്യം എന്നോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാനും അങ്ങനെ കരുതി ഇത് ഇംഗ്ലീഷ് മൂവി കാണുന്ന ഒരു പ്രതീതിയാണ്. അനുഭവം കേട്ടപ്പോൾ മനസ്സിലായത്. എനിക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസമായിരുന്നു. 100% ഞാൻ വിശ്വസിച്ചിട്ടില്ല പൂർണ്ണമായി. നോ പ്രോബ്ലം. ബട്ട് ദ തിങ് ഇസ് ഐ എം ടെല്ലിങ് യു വൺ തിങ് ഫോർ ഷുവർ. പറയുന്നത് ഇപ്പൊ ഞാൻ ഒരാൾ പറയുമ്പോൾ എല്ലാവർക്കും വിശ്വാസം വരത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ, ഇതുപോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്, എന്റെ അടുത്ത് ഇങ്ങനെ ഒത്തിരി ആൾക്കാർ പുറകെ വരുന്നു എന്ന് തോന്നുന്നു? റീന ഈ പറയുമ്പം ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. ജേർണലിസം ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ഏതോ ഇംഗ്ലീഷ് പത്രത്തിന്റെ ഓൺലൈൻ എഡിഷനിൽ എന്തോ ജോലി ചെയ്യുകയാണ്. പത്തനംതിട്ട സ്വദേശിനിയാണ്. എന്നോട് സാത്താൻ സേവയെ പറ്റി പറഞ്ഞിരുന്നു. സാത്താൻ സേവയെ പഠിക്കാൻ വേണ്ടി, അതായത് ഇത് ചെയ്യുന്ന ആൾക്കാരെ പറ്റി പഠിക്കാനും ഇത് എവിടെയൊക്കെ നടക്കുന്നു എന്നൊക്കെ അറിയാനായിട്ട് കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങളിലൊക്കെ പോയി. പക്ഷെ പോയിട്ട് തിരിച്ചു വരുമ്പം ആരൊക്കെയോ ഇതുപോലെ പിന്തുടരുന്നതായിട്ടൊരു ഫീൽ ഉണ്ടാകുന്നു. വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ കാൽപെരുമാറ്റം കേൾക്കുന്നു, ആരൊക്കെയോ പിന്തുടരുന്നു, ഭയപ്പെടുത്തുന്നു. അങ്ങനെ ഒരു കാര്യം എന്നോട് ഷെയർ ചെയ്തിരുന്നു. അത് ഞാൻ ആദ്യം വിശ്വസിച്ചിരുന്നില്ല. എങ്കിലും ആ പെൺകുട്ടി പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു. ഞാനത് സ്റ്റഡി ചെയ്യാൻ നോക്കി. പക്ഷേ എനിക്ക് ഒരു സോഴ്സും വേറെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ പുറകെ പോയിട്ട് ഒന്നും കിട്ടിയില്ല. അതിനുശേഷമാണ് ഇത് ആ വർഷങ്ങൾക്ക് ശേഷം റീന എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുകയാണ്, ഇതുപോലെ സ്റ്റോക്കിംഗ് ഇങ്ങനെ ഒരുപാട് പേർ പിന്തുടരുന്ന് വരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ പലർക്കും ഇതുപോലെ അനുഭവം കാണുമായിരിക്കാം. പക്ഷേ എങ്കിലും ഞാനിപ്പോഴും പറയുന്നത്, എനിക്ക് റീന പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ ഇതുവരെയും കഴിയുന്നില്ല. ഒരുപക്ഷെ ഇതൊക്കെ ഉണ്ടാവാം, സത്യമായിരിക്കാം. റീന പറയുന്ന പോലെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കയറി നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയെടുത്ത് അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നുണ്ടാവാം. അപ്പോൾ ഹ്യൂമൻ വെപ്പണായിട്ട് നമ്മളെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം. എന്തായാലും ഇത് തീർച്ചയായിട്ടും ഒന്ന് പഠിക്കേണ്ടതാണ്. ഇതിനെപ്പറ്റി അറിയുന്നവർ പഠിക്കേണ്ടതാണ്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇതൊന്ന് കാര്യമായിട്ട് എടുത്തിട്ട് ഇത് മാനസികമായിട്ടുള്ള പ്രശ്നമാണോ അതോ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഇത് റീന പല മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ ശ്രമിച്ചപ്പോൾ അവരാരും സമ്മതിച്ചില്ല, അവരനുവദിച്ചില്ല എന്നാണ് റീന പറഞ്ഞത്, അല്ലേ? ദാറ്റ് ഇസ് ട്രൂ. കാരണം മിക്കവർക്ക് ഇത് പേടിയാണ്. ഞാൻ വക്കീലിൻ്റെ അടുത്ത് പോയപ്പോഴും 1-2 വക്കീലിനോട് സഹായം ചോദിച്ചപ്പോൾ ഹവാന സിൻഡ്രോം എന്ന വാക്ക് പറഞ്ഞപ്പോഴേ അവർ പേടിച്ചു പോയി. കാരണം അവർക്ക് ഇത് സത്യമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അവർ പറയും നമ്മൾ കേസ് എടുക്കില്ല. പോലീസിനോട് സംസാരിക്കുമ്പോൾ അയ്യോ ഇല്ല ഗ്യാങ് സ്റ്റോക്ക് വിക്ടിം അയ്യോ. സോ ദേ ഡോണ്ട് ടേക്ക് ആക്ഷൻ ബിക്കോസ് ദേ നോ വാട്ട് ഇറ്റ് ഈസ്. അത് നല്ല അറിവും നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ആരും ആക്ഷൻ എടുക്കാറില്ല. ഇത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ റിസർച്ച് മാത്രമല്ല, this is my plea to the police department, to the government, to the politicians and the people on the higher levels. നമ്മുടെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ആസ് എ വിക്ടം ഐ സ്പീക്ക് ഓൺ ദ വോയിസ് ഓഫ് എവറിബഡി. പല ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, പല ആൾക്കാരുടെ ഫാമിലീസ് ചൂഷണം അവർ ചെയ്യുന്നുണ്ട്. ദേ ആർ ലിറ്ററലി ടോർച്ചറിങ് ദ ഫാമിലീസ് ഓഫ് വിക്ടംസ് ആസ് വെൽ. എന്നിട്ട് അവരെ കൊല്ലുന്നുണ്ട്. കൊച്ചു പിള്ളേർ 5 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ പോലും കൊച്ചു പിള്ളേരെ വരെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇതിന്റെ കംപ്ലീറ്റ് എവിഡൻസ് ഉണ്ട്. ഇത് വെറുതെ പറയുന്നല്ല. there are people who are willing to come forward and provide the evidence. ഇതെല്ലാം അന്വേഷണ ഏജൻസിക്ക് കൈമാറും. 100%. If it is genuine and they are willing to help us, we need new laws. പുതിയ നിയമമാണ് വേണ്ടത്. ഇതുവരെ IPC സെക്ഷൻ ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് മൈക്രോവേവ് ടെക്നോളജി അല്ല മിലിറ്ററി ഗ്രേഡ് വെപ്പൺസ് കൺട്രിയിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊരു IP സെക്ഷൻ ഇല്ല നമ്മുടെ കൺട്രിയിൽ. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. സോ വി ആർ ഏർജിങ്. ബാംഗ്ലൂർ ഓൾറെഡി പെറ്റീഷൻ റേസ് ചെയ്തു. ഇറ്റ്സ് ബീൻ സെൻഡ് ടു ദ ചീഫ് ജസ്റ്റിസ്. 3 മാസത്തിന്റെ ഉള്ളിൽ ഒരു റെസ്പോൺസ് തരാമെന്ന് പറഞ്ഞു. ഇതുവരെ ഒരു അനക്കം ഉണ്ടായിട്ടില്ല. റീന പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നൊക്കെ ഇനി നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം. ഉദ്യോഗസ്ഥരൊക്കെ ശ്രമിക്കുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. നമ്മുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ഇത്തരം ശക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിലയ്ക്ക് നിർത്തണം.
നമ്മുടെ മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടണമെന്നാണ് റീന ആവശ്യപ്പെടുന്നത്. റീന അതിനു വേണ്ടിയിട്ടുള്ളൊരു സംഘടനയിലെ അംഗം കൂടിയാണ് എന്നാണ് നമ്മളോടിപ്പം പ്രതികരിച്ചത്. എന്തായാലും ഇതൊക്കെ ഒരു സിനിമാ കഥ പോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കും അതുപോലെയൊക്കെ തന്നെ തോന്നിയിരിക്കാം. എന്തായാലും ഇതേ അനുഭവമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ മറുനാടൻ മലയാളിയുടെ ഫോണിലേക്ക് വിളിച്ച് ഈ അഭിപ്രായങ്ങളൊക്കെ പറയുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ ബന്ധപ്പെടുക. റീനയെ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ റീനയെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളൊക്കെ തരുന്നതായിരിക്കും. കൊച്ചിയിൽ നിന്നും ശബരിനാഥിനോടൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.